ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഒരു ഞായറാഴ്ച ദിവസമാണെന്ന് കാണിക്കണത്. എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് അതിരാവിലെ ഒന്നും എണീറ്റില്ല. ഒരു 7:30 7:45 ആയപ്പോഴാട്ടോ എണീറ്റത്. എല്ലാവരും താമസിച്ച് എണീറ്റ് നേരെ കോലും കൊണ്ട് പോയി പല്ലൊക്കെ തേച്ചു. എന്ന് വെച്ചിട്ട് മെനയായിക്കോട്ടെ എന്ന് കരുതി മുടിയൊക്കെ കെട്ടിയിട്ടാട്ടോ വരുന്നത്. അടുക്കളയിട്ടത് നമ്മുടെ ഏറുവയിലൊക്കെ അടിച്ചു തുടങ്ങി. രാവിലെ തന്നെ പതിവ് പോലെ ചിയാ സീഡിനുള്ള വെള്ളം വെച്ചു. ചിയാ സീഡ് തീരാറായി കേട്ടോ. അതിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചായിരുന്നു. ഇനി പുതിയ ബോട്ടിൽ മേടിക്കണം. അപ്പോൾ അതേ ചിയാ സീഡിനുള്ള വെള്ളം വെച്ചു. ഇത് ഞാൻ കുറച്ച് 2-3 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, സമയം കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇടണത്. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ട് വയ്യായിരുന്നു. എപ്പോഴും വയ്യ, പല്ലുവേദന, തൊണ്ടവേദന ഒക്കെയാണ്. തലനീരാണ് മെയിനായിട്ട്. തലനീര് ഇറങ്ങുന്നതുകൊണ്ട് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചിയാ സീഡിനുള്ള ചൂടുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. അമ്മ പതിവ് പോലെ തന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നു, കുളിക്കുന്നു, അലക്കുന്നു. അമ്മ രാവിലെ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ രാവിലെ എണീക്കുമ്പോഴേ അലക്കും. ഇത്രയും നാൾ ഞാൻ വന്നിട്ട് 5-6 വർഷമായി. പാടില്ലെങ്കിൽ മാത്രമാണ് അമ്മ രാവിലെ ഏക്കാത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അമ്മ രാവിലെ എണീക്കുമ്പോഴേ കുളിക്കും. ഇവിടെ ചേട്ടനും ഒക്കെ നേരത്തെ ഇങ്ങനെ കുളിക്കണമായിരുന്നു ഇഷ്ടം. ചേച്ചിയാണെങ്കിലും രാവിലെ കുളിക്കും. പിന്നെ പൊതുവേ ഞാൻ മാത്രമാണ് രാവിലെ കുളിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കണതിനോടാണ് താല്പര്യം കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. സകല പണിയും കഴിഞ്ഞാണ് എനിക്ക് കുളിക്കാനായിട്ട് ഇഷ്ടം. ചിലപ്പോൾ ഇവർ മീനൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ ചേച്ചിയൊക്കെ ആയിരുന്നെങ്കിലും മീനൊക്കെ നേരത്തെ ഞാൻ വന്നിടക്കൊക്കെ കണ്ടിട്ടുണ്ട്. കുളിച്ചിട്ടാണെങ്കിലും വെട്ടും. പക്ഷേ ഇപ്പോൾ ഞാൻ വെട്ടാറില്ല, അമ്മയാണ് കേട്ടോ വെട്ടണത്. പിന്നെ മിക്കതും ഇപ്പോൾ വെട്ടിയാണ് മേടിക്കാറ്. അതുകൊണ്ട് ആ ഒരു പണി നമുക്ക് ഒഴിഞ്ഞു കിട്ടുമ്പോൾ രാവിലെ ഇതേ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് ഓർത്ത് ഇരുന്നിട്ടപ്പോൾ നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാടില്ലാത്തത്. എക്സസൈസൊക്കെ ചെയ്തിട്ട് ആ നീര്, നമ്മുടെ വിയർപ്പ് തലേന്ന് ഇറങ്ങും. അങ്ങനെയാണ് തലനീര് വന്നു കേട്ടോ. അങ്ങനെ തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. നല്ല രസമാണ്. മിൻസിറ്റയുടെ ആ പേരയ്ക്ക കേട്ടോ കാണുന്നത്. അവിടെ ഒത്തിരി കിളികൾ വന്നിരിക്കും ഈ പേരയ്ക്ക തിന്നാനായിട്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് ഭയങ്കരമാണ്. അതൊന്നും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാവിലെ കുറച്ച് ബീൻസും മിച്ചം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, കറി വെച്ചതിൻ്റെ മനസ്സെന്നാൽ പിന്നെ അതരിഞ്ഞ് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി മുളകൊക്കെ ഇടിച്ച് ബീൻസ് മെഴുക്ക് വരട്ടണം. ഈ ഒരു ഇടയ്ക്കാണ് നമ്മളങ്ങനെ എല്ലാം മെഴുക്ക് വരട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ ചേട്ടായി ആണെങ്കിലും അമ്മയാണെങ്കിലും തിന്നോളൂ. അല്ലാണ്ട് തോരൻ വെച്ചാൽ ഇത് ഞാൻ കഴിക്കും, അമ്മയും കഴിക്കും. അല്ലാണ്ട് ചേട്ടായി ഒന്നും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ തോരൻ വെക്കുമ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ വിതുക്കുട്ടന് കൊടുക്കാൻ പറ്റില്ല. വിതുക്കുട്ടന് ഒട്ടും എരിവ് സൈഡിൽ കൂടി പോലും പോകാൻ പറ്റത്തില്ല. ഉടനെ എരിവൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വേഗം അരിയാന്ന് ഓർത്തു കേട്ടോ. അമ്മ, ഞാൻ പറഞ്ഞല്ലോ, അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ വേഗം അരിഞ്ഞ് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലും ഇറച്ചിയോ കാര്യങ്ങളോ ഒക്കെ മേടിക്കുമായിരിക്കും. തലേദിവസം മീനാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മേടിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മേടിച്ചില്ല. അപ്പോൾ എനിക്ക് പണിയും കുറവായിരുന്നു. അപ്പോൾ ഞാൻ പച്ചക്കറി കൊണ്ടൊക്കെ സൈഡാക്കി പോകാം എന്നാണ് വിചാരിച്ചത്. ഒരു സാമ്പാറോ, നമ്മൾ തലേദിവസം കണക്ക് കൂട്ടിയാണല്ലോ കിടക്കണത്. ചിലപ്പോൾ അത് മാറും. ചിലപ്പോൾ ഞാൻ ഏക്കണമെന്നുമ്പോൾ അമ്മയായിരിക്കും ഏക്കണത്. അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ വെക്കും. ഞാൻ പ്ലാൻ ചെയ്തതല്ലായിരിക്കും വെക്കണേ. ചിലപ്പോൾ അമ്മ എല്ലാം അരിഞ്ഞ് പിറക്കിയൊക്കെ തരും. അപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അത് മെഴുക്ക് വരട്ടാനായിട്ട് പോവുകയാണ്. കടുകൊക്കെ ഇട്ട്, നമുക്ക് വേപ്പില ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഫ്രഷ് വേപ്പില ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സുഖാട്ടോ. അത് രാവിലെ ഇങ്ങനെ ഏറുവേലൊക്കെ കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ടു. ഞാൻ കഴുകിയായിരുന്നു കേട്ടോ. കഴുകിയില്ലേന്ന് ആരും ചോദിക്കരുത്. അപ്പോൾ ഞാൻ കഴുകിയിട്ടുണ്ട്. കുറച്ച് സബോള ഇടും, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, നമ്മുടെ ഇടിമുളകില്ലേ, ചതമുളക്, അതും കൂടി ഇട്ടാട്ടോ ഞാൻ ചെയ്യണം. നല്ല ഭംഗിയില്ല. ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. കുഞ്ഞായിട്ട് അരിഞ്ഞ് നല്ല രസം. ഒത്തിരി ഭയങ്കരമായിട്ട് വേവിച്ച് കുഴയ്ക്കരുത്. അല്ലാണ്ട് ഇങ്ങനെ കിളുന്ത് പോലെ കിടക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഉണ്ണാനായിട്ട് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ക്ഷീണം തോന്നി, സമയമുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെയും പോയി കിടന്നു. ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ 3 പേരും കൂടി ചാള അടുക്കിയിട്ടേക്കും പോലെ ബെഡേ കിടക്കും കേട്ടോ. വിതുക്കുട്ടൻ എണീറ്റ് കഴിയുമ്പോഴേ നേരെ താഴെ വന്ന് കിടക്കും കേട്ടോ അച്ചായുടെ കൂടെ. ഇങ്ങനെയാണ് ദേവനും അച്ചായും താഴെ, ഞാനും ഇതും കട്ടിലേലാണ് കിടക്കണം. അപ്പോൾ പുള്ളിക്ക് രാവിലെ ഒന്ന് കരയും, പാപ്പുവിന് വേണ്ടി കരയണമെന്നിട്ട് വേഗം താഴെ വന്ന് കിടക്കും. അപ്പോൾ ഞാനും കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞു വന്നു. നല്ല തണുപ്പാണ്. എനിക്ക് രാവിലെ തണുപ്പ് അടിക്കാൻ പറ്റില്ല. നല്ല തുമ്മൽ വരും. എനിക്ക് വിതുക്കുട്ടനെ
വിധുക്കുട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ വക അസുഖങ്ങളൊക്കെ വന്നത് കേട്ടോ. എനിക്ക് അധികം വെയിൽ പറ്റില്ല, മഞ്ഞ് പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എപ്പോഴും പനി പിടിക്കും. അതൊക്കെ നേരത്തെ എനിക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഈ ഡെലിവറിക്ക് ശേഷമാണ്. അപ്പോൾ അതേ ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ പാനയിൽ പിടിച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മൾ പുതിയ പാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ട ചിക്കി എടുക്കും പോലെയാണ് ദോശ ചിക്കി എടുത്തേക്കണേ. അവന്മാർ ഇപ്പോഴും എണീറ്റില്ല, എന്നാൽ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്മ ഇവിടെ കപ്പളങ്ങ അരിയുവാണ് അച്ചാറിടാനായിട്ട്, ഉണക്കി അച്ചാറിടാനായിട്ട്. രാവിലെ കപ്പളങ്ങ കൊണ്ട് അച്ചാറിടാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിൻ്റെ തൊണ്ട് കൊണ്ട് നമുക്കൊരു ലോഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കി ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അതൊരു വീഡിയോ ആക്കി തന്നെ ചെയ്യാം. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ വരെ അതുകൊണ്ടാണ് തുടച്ചത്. ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചിട്ടെ. നെക്സ്റ്റ് കഴിക്കാട്ടോ. എണീറ്റ് ഞാൻ തുപ്പിക്കളഞ്ഞ എനിക്കിങ്ങനെ പുളിയൊന്നും അങ്ങനെ ഇഷ്ടമൊന്നുമുള്ള ആളല്ല. റൂപ്പിളിക്ക, നെല്ലിക്ക, ജാതിക്ക ഈ വക ഐറ്റമൊന്നും ഞാൻ തിന്നാറില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ എടുത്ത് വായിലിട്ടെന്നേ ഉള്ളൂ, ഒരാവശ്യമില്ലായിരുന്നു. കണ്ടോ, സാമ്പാറിടാൻ എടുത്തോണ്ട് വന്നാ ഒരാവശ്യമില്ലായിരുന്നു. സാമ്പാർ വെക്കാം. നമ്മൾ എന്ന് ഡെയിലി വ്ലോഗ് എടുത്താലും സാമ്പാർ കാണുമല്ലേ. എനിക്ക് ആച്ചാന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അത് നമ്മൾ ചോറിനുള്ള ഞാൻ ഉണ്ടാക്കണമൊന്നും എടുത്തില്ല കേട്ടോ. നമ്മളെപ്പോഴും ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് ആൾക്കാർക്ക് ബോറടിക്കും. സാമ്പാർ, ഒരു സലാഡ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ചോറ് കുറച്ചെടുക്കുക, കറികൾ കൂടുതലെടുക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു മുട്ടയാണ് ഞാൻ കഴിക്കാറാവുന്നത്. പൊരിച്ച് കഴിക്കും, അല്ലെ പുഴുങ്ങി കഴിക്കും, മുട്ട ഉണ്ടെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അത് ഉപേക്ഷിക്കും. അപ്പോൾ അത് ചോറ് കഴിക്കാൻ ഉച്ച നേരമായി. അവന്മാർ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ അച്ഛനും കിടക്കാനായിട്ട് ഉറക്കം വന്നില്ല. ഉറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് താമസിച്ചതുകൊണ്ട് ഉറക്കം വരണില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ നാളെ ദേവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ 3:30 അവനെ പോയി വിളിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങണില്ല. പിള്ളേരില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല. ചേട്ടായി ഇപ്പം എങ്ങോട്ടോ പോയി. അമ്മ സെറ്റിൽ കിടന്ന് TV കാണുന്നു. ഞാൻ മുറിയിൽ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇന്നൊരു വീഡിയോ പോകേണ്ടതാണ്. ഞായറാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത ചില കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ മൂടിക്കെട്ടി വെക്കാൻ പറ്റില്ല. ആഴ്ച 3 ദിവസമെങ്കിലും വീഡിയോ ഇടണമെന്നാണ് ഞാൻ വിചാരിക്കണത്. നടന്നില്ല 2 ദിവസമെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ഇന്ന് പോകണം. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതങ്ങനെ പോട്ടെ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിള്ളേരില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. പിന്നെ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കണം, അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നൊന്നും ചെയ്യാനില്ലായിരുന്നു ഗൈസ്. സാമ്പാർ വെച്ചു, മെഴുക്ക് വരട്ടി, മുട്ട പൊരിച്ചു, ഒരു സലാഡ് ഉണ്ടാക്കി, ചോറുണ്ടോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ചേട്ടാ ഇന്ന് എന്തെങ്കിലും ചിക്കനോ അങ്ങനെ നോൺ വെജ് എന്തെങ്കിലും മേടിക്കുമെന്ന്. പക്ഷേ ഇന്നൊന്നും മേടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകുന്നേരം മേടിക്കുമോ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കണം. ഞാനൊന്ന് ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്തു, കണ്ണെഴുതി, പൊട്ടുകുത്തി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആരെ കാണിക്കാൻ വെറുതെ എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കുമല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോവാണ് വെറുതെ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടക്കാം. പിന്നെന്താ, ചിലപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യത്തില്ലായിരിക്കും. അതായത് ഫുൾ ഡേ എടുക്കാൻ പറ്റും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വീട് വരെയും പോകണം. അമ്മയും പറഞ്ഞു അമ്മയും വരാമെന്ന്. വണ്ടിയില്ല. അപ്പോൾ ചേട്ടായി വന്നിട്ട് ചിലപ്പം പോകണമെന്ന് ഓർത്തിരിക്കണ്. അവിടെയല്ലേ പിള്ളേരുന്ന്. അപ്പോൾ അവിടെ വരെ പോയിട്ടൊക്കെ വരാം. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയി കേട്ടോ. നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ചായി ദേവന് ബർത്ത്ഡേക്ക് കിട്ടിയ ഊഞ്ഞാലാട്ടോ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടേ തന്നതാണ്. അപ്പോൾ അത് ഇവിടെ കെട്ടിയേക്കും കേട്ടോ. അപ്പോൾ വീടുകൂട്ടൻ അതിനകത്ത് കയറി ഇരിക്കുവാണ്. കുഞ്ഞുണി ഉറങ്ങിയോ?
ആരീരം രാരീരാരോ ഉണ്ണിയുറങ്ങുറങ്ങ് നിന്നോ മനക്കുട്ടനുറങ്ങുറങ്ങ് ആരീരാരോ ആരീരാരം രാരീരാരോ. ഇത് കൂടെ ഞാൻ തൊട്ടിൽ തന്നെ കിടത്തി ഉറക്കിയായിരുന്നു. പുള്ളി ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പേടിയാണോ? എന്തിനാ പേടിക്കണേ? വാ നമുക്ക് പോവാം. ഓ ചോടി ഒക്കെ വന്നുണ്ടോടി പെണ്ണിന്? പോവാ വാടി കുഞ്ഞുകളി വാ എന്നാ. ഒന്നും പറ്റി ഇത് കൂട്ട ഇങ്ങനെ കണ്ണ് പകുതി തുറന്നാട്ടോ ഗൈസ് ഉറങ്ങണത്. ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ. ഉറങ്ങല്ലേ? വാ ഫാൻ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കൊണ്ട് നേക്കും. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. വിധുവിനെ പ്രഗ്നൻ്റ് ആയി ഇവിടെ പ്രസവിച്ച് വന്നപ്പോൾ മേടിച്ച സാധനം കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. ഈ കുഞ്ഞുകാളീനെ ഓ കൊച്ചിൻ്റെ മിഠായി തിന്നല്ലേടാ? കൊച്ചിനുള്ള മിഠായി. പൊന്നിന് അമ്മ ലേസ് മേടിച്ചരാ കേട്ടോ. പിന്നെ നീ അവൻ്റെ മിഠായിയല്ലേ ഇപ്പൊ കഴിച്ചത്? അടിയും പിടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും പിന്നെ ഏതാണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ നമുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അമ്മയുണ്ട്, ലളിതാമ്മയുണ്ട്, അച്ഛയുണ്ട്. അമ്മ അതേ പറമ്പിൽ അപ്പോൾ അച്ഛനാക്കിയിട്ട് അവിടെ എന്തോ ക്ലീൻ ചെയ്യുവാണ്. നമ്മൾ ചെടിയൊക്കെ അമ്മ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പാമ്മ അതേ ചെത്തും മിനുക്കൊക്കെയാണ് സൈഡൊക്കെ കേട്ടോ. പുല്ല് കയറി തുടങ്ങിയായിരുന്നു. അപ്പോൾ വിദ്യൂട്ടനുണ്ട്. എനിക്ക് പോണ വഴിയൊക്കെ എന്തൊക്കെയോ മേടിച്ച് തന്നെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ടിന്നൊക്കെ എടുക്കുവാണ് ഇവിടുന്ന്. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ലോഡ് ചെടിയുണ്ട്. ഇവിടെ എപ്പോൾ വന്നാലും നമ്മൾ ചെടി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വരുവാണ്. കുഞ്ഞതാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് അച്ചായി ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളിതേ പോവുകയാണ്. ചേട്ടായി എണീറ്റിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു കേട്ടോ. നമ്മൾ പുറകിലാണ് വണ്ടി വെച്ചേക്കണേ. ഇവിടെ വന്നവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോരാൻ ഭയങ്കര മടിയാണ്. വിധുക്കുട്ടനൊരു ഉറക്കച്ചട ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. നമ്മൾ ചെടിയൊക്കെ നോക്കി നോക്കി ഇനി എന്തായാലും പറിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ കേട്ടോ പോണത് അമ്മ. അപ്പോൾ അതേ അമ്മ ഇവിടെ ഒന്നൊരു ചെടിയും കൂടി കാണിച്ചു കൊടുത്തൊരു ബോൾസിൻ്റെ ഏതോ തയ്യാന്ന് തോന്നണം. അതും കൂടി പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അതേ ബോൾസിൻ്റെ തയ്യാണ്. എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓർഡർ അനുസരിച്ചൊന്നും വെക്കില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കാണേണ്ടത് കൊണ്ട് കുഴിച്ച് വെക്കും. അതിന് അച്ചായിട്ട് എന്നും വഴക്കാം. അമ്മയുടെ വിചാരം അതെന്തോ ഗാർഡനാണ്. അച്ചായി പറയുകയാണെങ്കിൽ പറമ്പ് മൊത്തം കാട് പോലെ കിടക്കുവാന്ന്. എന്നാൽ അത് ഭംഗിയിലൊന്നും വെക്കില്ല, കാണേണ്ടത് കൊണ്ട് കുഴിച്ച് വെക്കും. അപ്പോൾ ഒരു ഭംഗിയിൽ നിൽക്കത്തില്ലല്ലോ. അതിന് അച്ചായി അമ്മയും കൂടി ഏത് നേരം വഴക്കാണ്. അമ്മ അതൊന്നും വെട്ടുവോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യല കേട്ടോ. അതിനാണ് ഞാനും അമ്മയും അച്ചായും കൂടി കിടന്ന് വഴക്കുണ്ടാക്കണം. ഞാനും അച്ചായും ഒരു ടീമും, അമ്മ ഒറ്റയായിട്ടൊന്ന് അതിനെ എതിർക്കും. അമ്മക്ക് പറ്റിയല്ല. അമ്മ ഈ കാണുന്ന ബക്കറ്റിൽ ഇതിലൊക്കെ കൊണ്ട് കുഴിച്ച് വെക്കും. അപ്പോൾ അതേ നമ്മൾ ചെടിയൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. പുറകിൽ ലളിതാമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം പറമ്പായതുകൊണ്ട് മേളിലത്തെ പറമ്പിൽ വാഴ വെച്ചേക്കണേ, താഴത്തെ പറമ്പിൽ കപ്പ ഇട്ടിരിക്കണേ. അപ്പുറത്തെ സൈഡിലും കപ്പയാണ്. പിന്നെ കുറച്ചും കൂടി അങ്ങ് മാറിയിട്ട് അവിടെ ഓരോന്നൊക്കെ ചീര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. അതുകൊണ്ട് ഭയങ്കര രസമാണ് നടക്കാനായിട്ട് സന്ധ്യ സമയത്തൊക്കെ. രാവിലെ ആണെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികളൊക്കെ ഇരിക്കണമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ. രാവിലെ കാണാനാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, രാവിലെ അടിപൊളിയാട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു ഗൈസ്. ഇനി കുറച്ച് ചെടിയൊക്കെ പറിച്ചോണ്ടല്ലേ വന്നേ, അതൊക്കെ ഒന്ന് നടണം. അപ്പം അമ്മ നട്ടോളുമായിരിക്കും. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ തുണി മടക്കണം, മിറ്റടിക്കണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയുണ്ട്. മണി 5 ഗുരുമന്ദിരത്തിൽ വിളക്ക് കത്തിക്കാൻ പോകണതിന് മുമ്പ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഗുരുമന്ദിരത്തിൽ വിളക്ക് കത്തിക്കണതിന് മുമ്പ് മിറ്റടിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ അത് കഴിഞ്ഞിട്ടും അടിക്കാറുണ്ട്. മാക്സിമം നേരത്തെ മിറ്റടിക്കണമെന്ന് വെച്ചാൽ അവിടെ അത്ര പറ്റിയല്ലോ ഗുരുമന്ദിരം. അപ്പോൾ അവിടെ വിളക്ക് കത്തിച്ചിട്ട് ഇവിടെ അടിക്കണം ശരിയല്ലല്ലോ. അതുകൊണ്ട് അമ്മ അച്ചാറിടാനായിട്ട് കപ്പളങ്ങ ഉണക്കി വെച്ചേക്കണം. അതേ പുളി തുണി എടുക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ വരട്ടെ വെച്ചാണ്.
എന്താണ് ഞങ്ങൾ കൃഷിയല്ല ചെടി. നേരത്തെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഞാനാട്ടെ, ഇപ്പം അമ്മയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഫുഡ് കഴിക്കണതും വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, വിധുക്കുട്ടൻ ഇപ്പോൾ JCB കാണുന്നുണ്ട് കേട്ടോ, ഫോൺ കാണണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും തരില്ല, ഇങ്ങനെ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അത് എൻ്റെ ഫോൺ തന്നെ വേണം. ദേവനായിരുന്നപ്പോൾ എൻ്റെ ഫോൺ വേണ്ടായിരുന്നു, നെറ്റ് സ്ലോ. ഇപ്പോൾ വൈഫൈ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഫോൺ തന്നെ വേണം വിധുവിന്. അപ്പോൾ ദേവന് കുഴപ്പമൊന്നുമില്ല, വേറെ ആരുടെ ഫോൺ വേണ്ട. ചേട്ടായി ഫോൺ കൊടുക്കത്തില്ല, ഹാങ് ആയതുകൊണ്ട്, പിന്നെ കോൾ വരുന്നതുകൊണ്ട്. ഇത് തന്നെ ഭയങ്കര വാശി പിടിച്ച് കരയും, ഭയങ്കര കരച്ചില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ചേട്ടായി വഴക്കിട്ടാലോ എന്ന് കരുതി കൊടുക്കും. ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുമല്ല, അവനെ പഠിപ്പിക്കുന്ന നേരമൊക്കെ ആയപ്പോൾ ഇവനെ ഒന്ന് ഇരുത്തണമെങ്കിൽ ഈ ഫോൺ കൊടുത്താലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ തടസ്സം ഉണ്ടാക്കും, ഓരോന്നൊക്കെ പറഞ്ഞ് പിടിച്ചൊക്കെ. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല. ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. പിന്നെ നമുക്ക് വെള്ളൂർ വരെ ഒന്ന് പോകണം കേട്ടോ, അമ്മ വീട്ടിലൊന്ന് പോകണം. അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോകണം. വെള്ളൂർക്ക് റെഡി ആയിട്ടോ. അമ്മ വന്ന ഇത് പിറ്റോസാണ്, അന്ന് നമ്മൾ പോയില്ല. ഞാനും വിധുക്കുട്ടനും കൊണ്ട് റെഡിയായി നിൽക്കണം. എന്നിട്ട് പഴയ ഒരു ഉടുപ്പാണ്, ലൂസായി ടൈറ്റായിട്ട് മാറ്റി വെച്ച് പോയാലോ. അമ്മ വരാൻ വെയിറ്റ് ചെയ്യും, തലവേദന എടുക്കും. അപ്പോൾ ഞാനും വിധുക്കുട്ടനും അമ്മയും കൂടി ആയിട്ടാ പോണത്. നല്ല വെയിലായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 12:30 ആയപ്പോഴാണ് പോയത്. ഉച്ചവട്ടം എന്നൊക്കെ പറയും ഇതിന്. നേരെ വണ്ടി ഓടിച്ച് എനിക്ക് കണ്ണ് പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് തലവേദനയായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ വിധുക്കുട്ടൻ നമ്മൾ ലേസൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അതവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഇതാട്ടോ അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ, അവരവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തലവേദന എടുത്തിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുവാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം കിടക്കുവാണ്, അവനെയും കൊണ്ട് അപ്പുറത്തേക്ക് കിടന്നു കേട്ടോ. എനിക്ക് തലവേദന എടുത്തിട്ട് അമ്മയുടെ കണ്ണ് പറയാനില്ല, ഇവിടെയൊക്കെ വേദന എടുക്കും. അവിടുന്ന് ബോർഡിനേ മുമ്പ് ഉണ്ടായിരുന്നു, എന്നാൽ നീ ചെന്ന് കഴിഞ്ഞാൽ ഇരട്ടിയാവും. ഇപ്പോൾ അമ്മയും കൂടി അപ്പുറത്ത് ആനയുടെ അടുത്ത് പോയേക്കുവാണ്, ബോട്ട് വരട്ടെ നേരം. നമുക്കൊന്ന് മഴങ്ങ കണ്ണിൻ്റെ ഇവിടെയൊക്കെ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ വീർത്തിരിക്കുമായിരുന്നു, അപ്പോൾ എനിക്ക് തോന്നി എന്തേലും ഒന്ന് വരുമെന്ന്. നോക്കട്ടെ. അപ്പോൾ അതേ വിധുക്കുട്ടനും ചോറ് കൊടുക്കട്ടെ. എന്നോട് അവിടെ നിന്ന് ചോറുണ്ണാൻ പറഞ്ഞാൽ ഉണ്ടില്ല. എന്തായാലും എനിക്ക് 2 മണിക്കാണ് ഫുഡ് കഴിക്കേണ്ട ടൈം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാനിപ്പോൾ എക്സസൈസ് നിർത്തി വെച്ചേക്കാണ്, കാരണം ഈ നീരിറങ്ങിയിട്ട് കഴുത്തിൻ്റെ അവിടെയൊക്കെ നീര് ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഈ താടിയുടെ സൈഡിൽ ഇരിക്കുവാണ്, നീരാണ്. അപ്പോൾ അത് ഇപ്പോഴും എക്സസൈസ് ചെയ്ത് നടക്കില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പം നിർത്തി വെച്ചാൽ ഡയറ്റ് അങ്ങനെ പോവാണ്. നല്ല വെയിലാണ്, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ടാറ്റ, ബൈ ബൈ, സി യു.